ഹായ് സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെൻ്റ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലത്തെ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ നടത്തുന്നത്. അതിനു മുമ്പ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ മെയിൻ പോയിന്റുകളൊന്ന് പറയുകയാണ്. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാനുള്ള രണ്ട് യൂണിറ്റുകൾ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് ഡിഗ്രി മെഷർമെന്റ്, മറ്റൊന്ന് റേഡിയൻ മെഷർമെന്റ്. ഇവ തമ്മിലുള്ള കണക്ഷൻ പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ്. പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്കൊരു ഡിഗ്രി മെഷർമെന്റിനെ റേഡിയൻ മെഷർമെന്റിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ നമ്മൾ ഒരു പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർമെന്റിലേക്ക് മാറ്റാൻ 180 ബൈ പൈ എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കൺവേർഷൻ നടത്താനായിട്ട് സാധിക്കും. ഈ ട്രിഗണോമെട്രിയിലത്തെ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്കറിയാവുന്നതാണ്. സൈൻ, കോസ്, ടാൻ, പിന്നെ അവയുടെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോസും ഓരോ ക്വാഡ്രന്റിലെ എന്തായിരിക്കും അതിൻ്റെ സൈൻ, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാനുള്ള മാർഗമുണ്ട്. അതിനെ ഇങ്ങനെ ഒരു ക്വാഡ്രന്റിന്റെ ഫിഗർ വെച്ച് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. സെക്കൻഡിലെ സൈൻ അലോൺ പോസിറ്റീവ്, തേർഡിലെ ടാൻ അലോൺ പോസിറ്റീവ്, അതുപോലെ തന്നെ ഫോർത്തിലെ കൊസൈൻ കോസ് ഈസ് പോസിറ്റീവ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസ് ഡിഫറെന്റ് ക്വാഡ്രന്റിലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ തുടർന്ന് നമ്മൾ സൈൻ്റെ അഡീഷൻ ഫോർമുലാസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് സൈൻ എ പ്ലസ് ബി ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതുപോലെ തന്നെ സൈൻ എ മൈനസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതുപോലെ തന്നെ കോസ് ഓഫ് എ പ്ലസ് ബി, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, കോസ് ഓഫ് എ മൈനസ് ബി, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് സി ഡി ഫോർമുലാസ് ആണ്. സി ഡി ഫോർമുലാസ് ഒരു സമ്മിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് ആണ്. അതായത് ഇങ്ങനൊരു ഫോർമുല ശ്രദ്ധിക്കുക, സൈൻ സി പ്ലസ് സൈൻ ഡി. ഇതൊരു സമ്മാണ്. ഇതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് ഫോർമുല 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇതേപോലെ സൈൻ സി മൈനസ് സൈൻ ഡിക്ക് ഉണ്ട്, കോസ് സി പ്ലസ് കോസ് ഡിക്ക് ഉണ്ട്, കോസ് സി മൈനസ് കോസ് ഡിക്ക് ഉണ്ട്. അവിടെയൊക്കെ വരുന്ന ഫോർമുലകൾ ബൈഹാർട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനോട് ബന്ധപ്പെടുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇതിലെ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിലെ അടുത്തത് ഡിസ്കഷൻ നടത്തുന്നത്. ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ തീറ്റ ഈക്വൽ ടു 0, ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു n പൈ ആണ്, where n belongs to set. ജനറൽ സൊല്യൂഷൻ. അതുപോലെ തന്നെ കോസ് തീറ്റ ഈക്വൽ ടു 0, അതിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ പറയുന്നത് തീറ്റ ഈക്വൽ ടു 2n പ്ലസ് 1 പൈ ബൈ 2, 2n plus 1 pi by 2, where n belongs to set. അതുപോലെ തന്നെ tan theta equal to 0 ന്റെ ജനറൽ സൊല്യൂഷൻ theta equal to n pi. ഇത് ഒരു 3 സെറ്റാണ്. സൈൻ തീറ്റ ഈക്വൽ ടു 0, ടാൻ തീറ്റ ഈക്വൽ ടു 0, കോസ് തീറ്റ ഈക്വൽ ടു 0. അതേപോലെ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ, ഈ ടൈപ്പിൽ വരുന്ന ഇക്വേഷൻസ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n ആൽഫ, where n belongs to set. അതുപോലെ തന്നെ കോസ് തീറ്റ ഈക്വൽ ടു കോസ് ആൽഫ,
ഈ കേസിലെ ജനറൽ സൊല്യൂഷൻ തീറ്റ ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ വേർ n ബിലോങ്സ് ടു z. എല്ലാ കേസിലും n ബിലോങ്സ് ടു z ആണ്. ഇനി tan തീറ്റ ഈക്വൽ ടു tan ആൽഫ, ഈ കേസിലെ തീറ്റ ഈക്വൽ ടു n പൈ പ്ലസ് ആൽഫയാണ് വേർ n ബിലോങ്സ് ടു z. അപ്പൊ ഇങ്ങനെ നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കാണാൻ പറ്റും. ഇതിലൊക്കെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ ആ പ്രിൻസിപ്പൽ സൊല്യൂഷന്റെ പ്രത്യേകത 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ 2 പൈ. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സൊല്യൂഷൻസ് ആണ് ആ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ജനറൽ സൊല്യൂഷൻസ് ആണ്. അതിലെ ചില പർട്ടിക്കുലർ വാല്യൂസ് എന്നിന് കൊടുത്തു കഴിഞ്ഞാൽ we will obtain the principal solution. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്തായാലും 0നും 2πക്കും ഇടയ്ക്കുള്ള സൊല്യൂഷൻസ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ട്രിഗണോമെട്രിയിലത്തെ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കഷൻ നടത്തുകയാണ്. ആദ്യം നമ്മള് 2009 മാർച്ചിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് 20 degree 40 minute into radian measure. അതിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റണം. നമുക്കറിയാം റേഡിയൻ മെഷറിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ ഈ ഡിഗ്രി മെഷറിൽ ഇത് കിടക്കുന്നുണ്ട് അല്ലേ, ഇത് 20 ഡിഗ്രി 40 മിനിറ്റ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. അതായത് മിനിറ്റും ഡിഗ്രി ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ അത് നമുക്ക് ഒരൊറ്റ യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനിങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. 20 ഡിഗ്രി 40 മിനിറ്റ് ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി ആൻഡ് 40/60 ഡിഗ്രി. അതായത് 40 മിനിറ്റ് നമുക്ക് ഡിഗ്രി ആക്കണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 20 ആൻഡ് 2/3 ഡിഗ്രി, 20 ആൻഡ് 2/3 ഡിഗ്രി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 62/3 ഡിഗ്രിയാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് എന്താണ്? 20 ഡിഗ്രി 40 മിനിറ്റിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ 40 മിനിറ്റിന്റെ ഭാഗത്തിന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു 60 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ മതി. അപ്പൊ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ പോലെ വരുന്നത്. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 20 ആൻഡ് 2/3. അത് ഒന്നുകൂടി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുകയാണെങ്കിൽ 62/3 ഡിഗ്രി. ഇനി ഇതിനെ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് മാറ്റണം. റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ ഇതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 62/3 into π/180. π/180. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു റേഡിയൻ മെഷർ ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും: 31π/270. അതായത് ഒരു 2 വെച്ച് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 31π/270 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് റേഡിയൻ മെഷറിലേക്ക് മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2009 മാർച്ചിലെ തന്നെ ഇവിടെ sin x is equal to 12/13. If sin x equal to 12/13 and x is acute angle, x ഒരു acute angle ആണ്. Find the value of cos 2x. cos 2x ന്റെ വാല്യൂ കാണണം. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? sin x 12/13 and x is an acute angle. അങ്ങനെയാണെങ്കിൽ cos 2x ന്റെ വാല്യൂ കാണാം. cos 2x ന്റെ വാല്യൂ കാണാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. cos 2x equal to 2 cos square x minus 1. ഇതൊരു ഫോർമുലയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫോർമുല 1 minus 2 sin square x ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി sin x ന്റെ വാല്യൂ ഇവിടെ അറിയാവുന്നത് കൊണ്ട് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാൻ നല്ലത് അല്ലേ. അപ്പൊ എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു 1 minus 2 into 12/13 square.
1 minus 2 into 144 by 169. Okay, ഇനി ഇത് ഒന്ന് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 169 minus 288 by 169 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക. -119 by 169 ഇങ്ങനെ കിട്ടും. ഉണ്ടോ? അപ്പൊ ഇവിടെ cos 2x കാണാൻ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിച്ചത്. കാരണം ഇവിടെ sin x ഓൾറെഡി തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് sin 40 degree plus x into cos 10 degree plus x minus cos 40 degree plus x into sin 10 degree plus x equal to 1/2. അതായത് ഈ ഒരു എക്സ്പ്രഷൻ അതിന്റെ ആൻസർ 1/2 ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇത് നോക്കിയാൽ ഏകദേശം നമുക്കൊരു അഡീഷൻ ഫോർമുലയുടെ ഫോർമാറ്റിലാണ് എടുക്കുന്നത്. ഈ 40 പ്ലസ് എക്സ് ഒരു ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിച്ചോ, 10 പ്ലസ് എക്സ് ക്യാപിറ്റൽ ബി ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന ഫോർമുല. അത് ഏതിന്റെ സൈൻ എ പ്ലസ് ബി അല്ലേ? അപ്പൊ ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാണ് കേട്ടോ. 40 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ and 10 degree plus x equal to capital B. Therefore, LHS equal to the expression LHS എന്തായിരിക്കും? sin A into cos B minus cos A into sin B. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇതൊന്ന് മാറ്റി എഴുതി നോക്കി. This is equal to sin A minus B. Addition subtraction ഫോർമുലയാണ് അല്ലേ? ഇനി ഇവിടെ നോക്കിയോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എന്താണ് എ 40 ഡിഗ്രി പ്ലസ് എക്സ് അതാണ് എ മൈനസ് ഇവിടെ 10 ഡിഗ്രി പ്ലസ് എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ 40 പ്ലസ് എക്സ് മൈനസ് 10 ഡിഗ്രി മൈനസ് എക്സ്. അല്ല എക്സ് ക്യാൻസൽ ചെയ്തു. 40 മൈനസ് 10 അത് 30 ആണ്. sin 30 എത്രയാണ്? 1/2 which is equal to RHS. അപ്പൊ അങ്ങനെ ഈ എക്സ്പ്രഷന്റെ വാല്യൂ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ഫോർമുലയാണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. if x plus y equal to pi/4, then prove that x plus y equal to pi/4, then prove that 1 plus tan x bracket into 1 plus tan y equal to 2. അതായത് x പ്ലസ് വൈ pi/4 ആണെങ്കിൽ ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. hence deduce അതായത് ഇത് കണ്ടുപിടിക്കാൻ hence deduce tan pi/8. ഇതിൽ നിന്ന് tan pi/8ന്റെ വാല്യൂ ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ നിന്ന് അത് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ തന്നേക്കുന്നത്? x plus y is given to be pi/4 and from which first we have to show that 1 plus tan x into 1 plus tan y equal to 2. അല്ലേ? അപ്പൊ ഇതിന് ആദ്യം എന്താ ചെയ്യണം വെച്ചാൽ given x plus y equal to pi/4 ആണ് അല്ലേ? ഇനി ഞാൻ രണ്ട് ഭാഗത്തും tan അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? tan x plus y equal to tan pi/4. ഓക്കെ, ഇനി tan x plus y യുടെ ഫോർമുല എന്താ? tan x plus tan y by 1 minus tan x into tan y. ഇവിടെ എന്താ? equal to 1 because tan pi/4 is 1. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയേ.
tan x plus tan y equal to 1 minus tan x into tan y. ആ മൈനസ് ടാൻ എക്സ് ടാൻ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു 1. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചാല് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് നമ്മൾ രണ്ട് ഭാഗത്തൊരു 1 ആഡ് ചെയ്യാം. ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് ഈ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ 1 plus tan x plus tan y plus tan x into tan y equal to 2. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. അതായത് ആ ലെഫ്റ്റ് സൈഡ്, അതായത് ഇവിടെ 1 plus tan x അതങ്ങനെ ഞാൻ ബ്രാക്കറ്റ് ചെയ്തു. ഇനി ഇവിടെ tan y കോമൺ ആയിട്ട് എടുക്കാം. tan y into 1 plus tan x equal to 2. വീണ്ടും 1 plus tan x കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. 1 plus tan x ബ്രാക്കറ്റ് into ഇവിടെ പിന്നെ 1 plus tan y equal to 2 ഉണ്ടോ? അപ്പൊ നമ്മുടെ റിസൾട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ചെയ്ത കാര്യം x plus y equal to pi by 4. Apply tan on both sides. Then using the formula tan of x plus y and adding both sides 1, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്തത് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത് വെച്ചാല് ഈ റിസൾട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് അല്ലേ? എന്താണ് റിസൾട്ട്? 1 plus tan x ഉം 1 plus tan y ആഡ് ചെയ്താൽ 2 എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് tan pi by 8 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എന്താ ചെയ്യണം വെച്ചാല് നോക്കൂ, ഈ ഒരു കണ്ടീഷൻ ഉള്ളത് എപ്പോഴാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പൈ ബൈ 4 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉള്ളത്. എല്ലായ്പ്പോഴും ഇല്ല. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പൈ ബൈ 4. ഞാനിവിടെ എന്ത് ചെയ്യണം വെച്ചാൽ എക്സിനും വൈക്കും പൈ ബൈ 8 കൊടുക്കുകയാണ്. എക്സിനും വൈക്കും പൈ ബൈ 8 കൊടുക്കുക. അപ്പൊ നോക്കിയേ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 8 പ്ലസ് പൈ ബൈ 8 ആണ് അല്ലേ? അത് ആഡ് ചെയ്യുമ്പോൾ പൈ ബൈ 4 കിട്ടും അല്ലേ? അപ്പൊ എക്സിനും വൈക്കും പൈ ബൈ 8 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ പൈ ബൈ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ ഞാൻ ഈ റിസൾട്ടില് എക്സിനും വൈക്കും പൈ ബൈ 8 കൊടുക്കുന്നു. അപ്പൊ 1 plus tan പൈ ബൈ 8 into 1 plus tan പൈ ബൈ 8 equal to 2 അല്ലേ? അപ്പൊ എന്താണിത്? 1 plus tan പൈ ബൈ 8 the whole square equal to 2. അതിൽ നിന്ന് സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. 1 plus tan പൈ ബൈ 8 equal to root 2. പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 വരെ. പക്ഷേ ഈ tan പൈ ബൈ 8 ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ നെഗറ്റീവ് വാല്യൂ എടുക്കേണ്ട കാര്യമില്ല. ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. tan പൈ ബൈ 8 equal to root 2 minus 1. അപ്പോൾ tan പൈ ബൈ 8ന്റെ വാല്യൂ root 2 minus 1 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം. ഇത് 2009 സേ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2009 അതിലെ ആദ്യത്തെ ചോദ്യം കൺവേർട്ട് 31 pi by 3 radian into degree measure. ഇതിനെ ഡിഗ്രി മെഷർമെന്റിലേക്ക് മാറ്റാം. അപ്പൊ നോക്കൂ, ഒരു റേഡിയൻ മെഷർമെന്റിനെ ഡിഗ്രി മെഷർമെന്റിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് 180 by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പൊ ഇതാണ് റേഡിയൻ മെഷർ. 31 pi by 3 റേഡിയൻ. റേഡിയന്റെ സിമ്പൽ ആണ് അത് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു 31 pi by 3 into 180 by 5. 180 by 5. അപ്പൊ ഇവിടെ ഈ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 31 by 3 into 180.
ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 31 into 60. അപ്പോൾ നോക്കിയോളൂ 1860 ഡിഗ്രി എന്ന് കിട്ടുന്നു. Which is equal to 31/5/3. 31/5/3ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി മെഷർമെന്റ് ആണ് അത്. ഓക്കെ, ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് the value of sin 31/5/3. നേരത്തെ 31/5/3യുടെ റേഡിയൻ മെഷർ കണ്ടു. ഇനി sin 31/5/3 കാണാനാണ് പറഞ്ഞേക്കുന്നത്. അത് കാണാപ്പോൾ വളരെ എളുപ്പമാണ്. നോക്കിയോളൂ, sin 31/5/3. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. sin 1860 ഡിഗ്രി അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. sin 1800 plus 60. ഈ 1800 എന്ന് പറയുന്നത് എങ്ങനെയാണ്? sin 5 into 360 plus 60. 5 times 360 എന്ന് പറഞ്ഞാൽ 5 റൊട്ടേഷൻസ് കഴിഞ്ഞു അല്ലേ? അപ്പൊ അത് 0 പൊസിഷനിൽ തന്നെ എത്താം. ഇത് ഈക്വലന്റ് ടു 0. കാരണം 5 പ്രാവശ്യം റൊട്ടേഷൻ നടത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഈക്വൽ ടു sin 60 ആണ്, which is √3/2. അപ്പൊ sin 31/5/3യുടെ ആൻസർ √3/2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ of the equation sin x equal to minus √3/2. sin x equal to minus √3/2. ഇത് നമുക്ക് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ടാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ജനറൽ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇതെങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. sin x equal to sin 4π/3. അതെങ്ങനെ കിട്ടിയ എന്നൊന്ന് നോക്കണം. അതായത് ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത് അല്ലേ? ആൻഡ് minus √3/2 വരുന്നത് ഇതാ നോക്കൂ, sin pi plus theta equal to, ഇത് തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഇത് മൈനസ് sin theta ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ തീറ്റയ്ക്ക് പകരം π/3 കൊടുത്താൽ sin pi plus π/3 equal to minus sin π/3. ഈ sin π/3 √3/2 ആണ്, minus √3/2 ഉണ്ടോ? അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പൈ പ്ലസ് π/3 ആണ് 4π/3 ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കിയോളൂ, ഇതിന്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത് n pi plus -1 raised to n alpha. ആൽഫയുടെ സ്ഥാനത്ത് ഇവിടെ 4π/3 ആണ്, n belongs to z. ഇതാണ് ജനറൽ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ആദ്യം എന്ത് വേണം വെച്ചാൽ ഈ വാല്യൂവിനെ ഇതുപോലെ ഒന്ന് മാറ്റി എഴുതണം കേട്ടോ. അതായത് minus √3/2 കിട്ടുന്ന രീതിയിൽ ഇതിനൊന്ന് മാറ്റി എഴുതിയിട്ടാണ് നമ്മൾ ജനറൽ സൊല്യൂഷനിലേക്ക് അത് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ n എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആ വർഷം നിന്ന് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ. Prove that sin 5x minus 2 sin 3x plus sin x whole by cos 5x minus cos x equal to tan x. ഇത് CD ഫോർമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ആദ്യം നമ്മൾ ആ LHS ഒന്ന് നോക്കുക. LHS സിംപ്ലിഫൈ ചെയ്തിട്ട് tan x ലേക്ക് എത്തിക്കണം അല്ലേ? അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ഒന്ന് പേര് കൊടുക്കുന്നു. ഇത് LHS എന്ന് പേര് കൊടുക്കുക. LHS ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് tan x ലേക്ക് നമുക്ക് എത്താം. അപ്പൊ അതിനാദ്യം ഇതൊരു റീഅറേഞ്ച്മെന്റ് നടത്താം. ഇത് sin 5x plus sin x
minus 2 sin 3x. ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. by cos 5x minus cos x. ഓക്കെ, ഇനി ആദ്യത്തെ ഈ രണ്ട് ടേം ന്യൂമറേറ്ററിൽ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 5x പ്ലസ് എക്സ് ബൈ 2, അത് 3x ആണ്. ഇനി cos 5x മൈനസ് എക്സ് 4x ബൈ 2, 2x ഉണ്ടോ. അപ്പൊ ആദ്യത്തെ രണ്ട് ടേം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാം. ഇനി മൈനസ് 2 സൈൻ 3x, 2 സൈൻ 3x. അപ്പൊ ഇവിടെ 2 സൈൻ 3x cos 2x മൈനസ് 2 സൈൻ 3x എന്ന് വരും. ഇനി ഇവിടെ അടുത്തതായിട്ട് ഇവിടെ cos 5x ആണ് മൈനസ് cos c മൈനസ് cos d എന്നുള്ള ഒരു ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ മൈനസ് 2 സൈൻ 5x പ്ലസ് എക്സ്, അപ്പോൾ 6x ബൈ 2, അപ്പോൾ 3x. പിന്നെ സൈൻ 5x മൈനസ് എക്സ് 4x ബൈ 2x, സൈൻ 2x. അപ്പൊ ഇവിടെ ഈ താഴെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിയോളൂ, ഇവിടെ ഒരു കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റും. അത് ഇതാണ് 2 സൈൻ 3x, 2 സൈൻ 3x. പിന്നെ എന്താ വരുന്നത് നോക്കി, ഇൻറ്റു cos 2x മൈനസ് 1, cos 2x മൈനസ് 1 ഹോൾ ബൈ മൈനസ് 2 സൈൻ 3x ഇൻറ്റു സൈൻ 2x. ഓക്കെ, ഇനി ഈ cos 2x മൈനസ് 1, cos 2xന് പകരം നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഫോർമുലയുണ്ട്, അത് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിയോളൂ, 2 സൈൻ 3x ഈ cos 2x മൈനസ് 1 എന്നുള്ള ആ ഭാഗം അടങ്ങി മാറ്റാൻ പോകുന്നത് കേട്ടോ. അതായത് 2 ഇവിടുത്തെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് cos 2xന് പകരം മൈനസ് 1 ഹോൾ ബൈ മൈനസ് 2 സൈൻ 3x ഇൻറ്റു സൈൻ 2x. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിയോളൂ, ദിസ് ഇസ് ഈക്വൽ ടു 2 സൈൻ 3x. ഇവിടെ ഈ 1 ക്യാൻസൽ ചെയ്തു, പിന്നെ ഇൻറ്റു മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഹോൾ ബൈ മൈനസ് 2 സൈൻ 3x ഇൻറ്റു സൈൻ 2x. ഓക്കെ, ഇതിലെ ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടുത്തെ രണ്ട് മൈനസ് ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ മുകളിലെ 2 സൈൻ സ്ക്വയർ എക്സിനെ 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. താഴെ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം, സൈൻ 2xന് പകരം. അപ്പൊ വീണ്ടും 2 സൈൻ എക്സ് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്താൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഈക്വൽ ടു RHS. അപ്പൊ അങ്ങനെ RHSലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങൾ ഒരു CD ഫോർമുല അപ്ലൈ ചെയ്യുന്നു. മിക്കവാറും CD ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ട്രിഗണോമെട്രിയുടെ ഭാഗത്ത് നിന്ന് കാണാറുണ്ട് എന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അത് 2009 ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2010 മാർച്ചിൽ നോക്കാം. 2010 മാർച്ചിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് the degree measure corresponding to 11 by 14 radian. And bracket le use pi equal to 22 by 7. ഇവിടെ പൈയുടെ വാല്യൂ 22/7 ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഫൈൻഡ് ദ ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ദിസ് മെഷർ. ഇത് റേഡിയൻ മെഷറിലാണ് തന്നേക്കുന്നത് 11/14. അപ്പൊ ഒരു റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 180/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പൈയുടെ വാല്യൂ അപ്രോക്സിമേറ്റ് ആയിട്ട് 22/7 എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം.
ആദ്യം നോക്കൂ 11/14 റേഡിയൻ. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ മാറ്റുന്നു 11/14 ഇൻറ്റു 180/5. ഇത്രയാണ് അതിൻ്റെ ഡിഗ്രി മെഷർ എത്തുക. ഇനി ഈ പൈക്ക് പകരം 22/7 11/14 ഇൻറ്റു 180/22/7. ആ /7 എന്നുള്ളത് മുകളിലേക്ക് വരും കേട്ടോ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ 11 ഇവിടെ 22 അത് 2 ടൈംസ്. ഇനി ഇവിടെ 7 14 2 ടൈംസ്. അപ്പോൾ 180/4 എന്നാണ് വരുന്നത്, which is equal to 45 degree. അപ്പോൾ 11/14 റേഡിയൻ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ആ രീതിയിലേക്കാണ് അത് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ കൺവേർഷൻ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് if cos x equal to -1/2, x lies in the third quadrant. Find sin x and tan x. That's the question. That we are given cos x equal to -1/2 and x lies in the third quadrant. Third quadrant പ്രത്യേകത എന്താ? അവിടെ tan മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, AST കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് sin എക്സും അതുപോലെ തന്നെ tan എക്സിന്റെ വാല്യൂ കാണും. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ട്രയാങ്കിൾ വരച്ച് സൈഡുകളൊന്ന് മാർക്ക് ചെയ്യാം. cos x മൈനസ് അവിടെ നിൽക്കട്ടെ, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ് എന്ന ആംഗിൾ മാർക്ക് ചെയ്യുന്നു. കോസിന്റെ ഡെഫിനേഷൻ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ 1 ഇവിടെ 2 എഴുതാം. നെഗറ്റീവ് സൈഡ് ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എത്ര വരിക? √3 എന്ന് വരും. ഉണ്ടോ? അപ്പൊ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നോക്കിയോളൂ, ഇതിൽ നിന്ന് സൈൻ എക്സ് കിട്ടുന്നു. സൈൻ എക്സ് എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ √3/2 അല്ലേ? പക്ഷേ തേർഡ് ക്വാഡ്രന്റിലാണ് എക്സ്, തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ -√3/2 എന്ന് പറയാൻ പറ്റും. ഇനി tan x, tan x ന്റെ ഡെഫിനിഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ √3/1 √3. tan x പോസിറ്റീവ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്. അതുകൂടെ √3 എന്ന് വരും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൈൻ എക്സിന്റെയും tan എക്സിന്റെയും വാല്യൂ പറയാൻ പറ്റും. അപ്പൊ ആദ്യം ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ആ മെഷർമെന്റ് കംപ്ലീറ്റ് ആക്കുക, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ഉപയോഗിക്കുകയാണ്. പിന്നെ സൈൻ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ക്വാഡ്രന്റ് ഇൻ വിച്ച് എക്സ് ലൈസ്, എക്സ് എവിടെ കിടക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് prove that sin 5x plus sin 3x whole by cos 5x plus cos 3x equal to tan 4x. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വേണം വെച്ചാൽ LHSൽ നിന്ന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും CD ഫോർമുല അപ്ലൈ ചെയ്യാം. CD ഫോർമുല എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ സമ്മിനെ അല്ലെങ്കിൽ ഡിഫറൻസിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഫോർമുലയാണ്. അപ്പൊ ആദ്യം ഞാൻ LHS ഇവിടെ എഴുതാണ് കേട്ടോ. LHS ഈക്വൽ ടു, ഇത് നമുക്ക് tan 4x എത്തിക്കണം. അപ്പൊ ആദ്യം ന്യൂമറേറ്ററിൽ CD ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 sin 5x plus 3x/2 അപ്പോൾ 4x, പിന്നെ cos 5x minus 3x 2x/2 അപ്പോൾ x, മുകളില് പ്രോഡക്റ്റ് ആയിട്ട് മാറും. താഴെ നോക്കിയോളൂ 2 cos, അപ്പോൾ ഇവിടെ 4x ഇൻറ്റു 5x minus 3x 2x/2 വരുമ്പോൾ x cos x. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 2 cos x രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യും. പിന്നെ sin 4x by cos 4x ആണ് വരുന്നത്, which is tan 4x equal to RHS ആണ്.
അപ്പോൾ LHSഉം RHSഉം ഈക്വൽ ആയി. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച റിസൾട്ട് CD ഫോർമുല സൈൻ C പ്ലസ് സൈൻ D കോസ് C പ്ലസ് കോസ് D. ആ ഫോർമുലകൾ നിങ്ങൾ പഠിക്കണം, എന്നാലാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് 2010 സേ പരീക്ഷയിൽ ചോദിച്ചതാണ്. 2010 സേ പരീക്ഷയിൽ കേട്ടോ. അതിൽ ഏതാണ് എക്സ്പാൻഡ് cos x plus y and hence prove that cos 2x equal to 1 minus 2 sin square x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആദ്യം cos of x plus y എക്സ്പാൻഷൻ എഴുതണം. അതായത് cos a plus b യുടെ ഫോർമുല അറിയാലോ. ഇവിടെ എക്കും ബിക്കും പകരം എക്സും വൈ ആണെന്നാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താം. അപ്പൊ ആദ്യം നമുക്ക് cos of x plus y എന്ന എക്സ്പാൻഷൻ നടത്തി cos of a plus b എഴുതുന്ന പോലെ എത്താം. അപ്പൊ എന്താ വരിക? cos x into cos y minus sin x into sin y. ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. എക്സും വൈയും ഈക്വൽ ആണെന്ന് ഞാൻ ഇട്ട് കൊടുക്കാം. എക്സും വൈയും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ആയിട്ട് എടുക്കാം അല്ലേ? കോസ് ഓഫ് എക്സ് പ്ലസ് എക്സ്. ഇവിടെ എന്താ? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ആ വൈ മാറി എക്സ് ആയി. ഇത് നോക്കി, ഇത് കോസ് 2x. ഇതെന്താ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി ഇതിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഉപയോഗിക്കാം. മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ആദ്യം ആ എക്സ്പാൻഷൻ ആണ് അവിടെ ഉപയോഗപ്പെടുത്തിയത്. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Solve the equation. Solve the equation. Solve the equation. Equation എഴുതുന്നു. Tan square theta plus cot square theta equal to 2. ഇതാണ് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ടാനും കോട്ടും വന്നതുകൊണ്ട് ഒരൊറ്റ ഇതിലേക്ക് ഇത് മാറ്റാം. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ റൈസ് ടു 4 തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 2 ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, എല്ലാം ഒരു ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ tan raised to 4 theta minus 2 tan square theta plus 1 equal to 0. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. tan square theta minus 1 the whole square equal to 0. ഇത് എക്സ്പാൻഷൻ നടത്തിയത് കിട്ടും കേട്ടോ. ഇനി ഇത് 0 വരണമെങ്കിൽ tan square theta minus 1 equal to 0 ആയിരിക്കണം. അതായത് ഈ എക്സ്പ്രഷൻ 0 വരണമെങ്കിൽ ഈ ബ്രാക്കറ്റ് 0 ആയിരിക്കണം. അപ്പോൾ നോക്കി, tan square theta equal to 1. That means tan theta equal to plus or minus 1 എന്ന് പറയാൻ പറ്റും. tan theta equal to plus or minus 1. അപ്പോൾ രണ്ട് വാല്യൂ tan theta ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ അതിന്റെ സൊല്യൂഷൻ പറയാനായിട്ട്. അത് ഞാൻ tan theta equal to 1 എടുക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം tan theta equal to tan pi by 4 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇതിൽ നിന്ന് എൻ്റെ ജനറൽ സൊല്യൂഷൻ തീറ്റ ഈക്വൽ ടു n pi plus pi by 4. n belongs to set. അതായത് tan theta equal to 1 ജനറൽ സൊല്യൂഷൻ ഇതാണ് n pi plus pi by 4. ഇനി tan theta equal to minus 1 ആണെന്ന് വിചാരിച്ചു. tan theta equal to minus 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. tan theta equal to tan 3 pi by 4. tan 3 pi by 4 minus 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ പറയാൻ പറ്റും n pi plus 3 pi by 4. n belongs to set.
അപ്പം അങ്ങനെ രണ്ട് സെറ്റ് ജനറൽ സൊല്യൂഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ ഇൻ ബിറ്റ്വീൻ 0 and 2π. അതാണ് അവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് 2010 സേ പരീക്ഷയിലത്തെ ചോദ്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് പല വർഷവും ചോദിച്ചതായതുകൊണ്ട്, അതായത് നേരത്തെ നമ്മൾ ചെയ്തതായതുകൊണ്ട് വീണ്ടും നമ്മൾ ചെയ്യുന്നില്ല. അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31π/3 മുമ്പ് നമ്മൾ ചെയ്തതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ cos x equal to -√3/2. cos x equal to -√3/2. ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും അതുപോലെ തന്നെ ജനറൽ സൊല്യൂഷനും നമുക്ക് കാൽക്കുലേഷൻ നടത്തണം. പ്രിൻസിപ്പൽ സൊല്യൂഷനും കാണണം, ജനറൽ സൊല്യൂഷനും കാണണം. അപ്പൊ ആദ്യം ഈ cos x equal to -√3/2 എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമുക്കൊരു കോസിന്റെ ടേംസിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഈ കോസ് നെഗറ്റീവ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവാണ് അല്ലേ? അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു ആംഗിൾ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അതായത് കോസ് ഇവിടെ π - π/6, π - π/6 ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. ഇതിപ്പോ നമ്മൾ എങ്ങനെ എഴുതുക? സെക്കൻഡ് ക്വാഡ്രന്റിലെ കോസ് നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് ഇട്ടിട്ട് cos π/6 എന്ന് എഴുതും അല്ലേ? -cos π/6. ഈ cos π/6 √3/2 ആണ്. അപ്പൊ -√3/2 വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാവുന്നതാണ്. ഇനി ഇതൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ cos x equal to cos 5π/6 എന്ന് പറയാൻ പറ്റും. cos x equal to cos 5π/6. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കി, x equal to 2nπ ± 5π/6. അതിലെ n belongs to z ഉണ്ടോ? ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി ഇതിന്റെ പർട്ടിക്കുലർ മറ്റേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാനായിട്ട് നമ്മൾ 0നും അതുപോലെ തന്നെ 2πക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇവിടെ n-ന് 0 കൊടുത്ത് നോക്കാം. n-ന് 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ± 5π/6. അപ്പൊ 5π/6 ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്, അത് നമുക്ക് എടുക്കാം. ഇനി ഞാൻ n-ന് 1 കൊടുക്കാന്ന് വിചാരിച്ചോളൂ. n = 1. അപ്പൊ നോക്കിയേ 2 × 1 അപ്പോൾ 2π ± 5π/6 ആണ്. 2π ± അതിലെ ഈ പ്ലസ് വാല്യൂ എടുത്താൽ 2πയുടെ അപ്പുറത്തേക്ക് പോകും അല്ലേ? അപ്പൊ നമ്മള് 2π - 5π/6 എടുത്താൽ മതി. അപ്പൊ എത്ര വരും നോക്കി? 12 - 5 7π/6. ഇതാണ് അടുത്ത വാല്യൂ. ഇനി നിങ്ങള് വാല്യൂസ് 2, 3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വാല്യൂ ഒക്കെ ഈ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ മാത്രമാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. ഇത് ജനറൽ സൊല്യൂഷൻ, ഇത് അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ കിടക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. show that cos x plus cos y എന്നിട്ടൊരു ഹോൾ സ്ക്വയർ പ്ലസ് sin x plus sin y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 into cos സ്ക്വയർ പിന്നെ x minus y/2. ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് CD ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ എക്സ്പ്രഷൻ ഈക്വൽ ടു ദിസ്. അപ്പൊ അതിനെന്ത് വേണം വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് എഴുതാം. LHS ഈക്വൽ ടു ദിസ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ CD ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? 2 cos x plus y/2 into cos x minus y/2. അതാണ് ഇവിടെ. പക്ഷെ ഇത് സ്ക്വയർ ഉണ്ട് ഉണ്ടോ? പ്ലസ് ഇവിടെയും അതേപോലെ തന്നെ 2 sin x plus y/2 into cos x minus y/2. അവിടെയും സ്ക്വയർ ആണ്. ഓക്കെ,
അപ്പോൾ ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് തന്നെ കിട്ടും 4 cos square x plus y by 2 into cos square x minus y by 2 plus ഇവിടെ 4 sin square x plus y by 2 into cos square x minus y by 2. Okay. ഇതിലെ കോമൺ ഫാക്ടർ 4 cos square x minus y by 2 കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ 4 into cos square x minus y by 2 that can be taken as a common factor. അപ്പോൾ റിമൈനിങ് ടേംസ് ഇവിടെ cos square x plus y by 2 താഴെ sin square x plus y by 2. ഓക്കെ, ഇത് ശരിക്കും cos square theta plus sin square theta മോഡലാണ്. അത് 1 ആണ്. അപ്പോൾ 4 into this 4 cos square into this അല്ലേ? അപ്പോൾ that is equal to 4 into cos square x minus y by 2 മാത്രമേ, കാരണം ഇത് 1 ആണ്. ഈ ആൻസർ 1 ആണ്. അപ്പോൾ 1 into this. അപ്പോൾ നമുക്ക് ആ RHSലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2011 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അതിൽ തന്നെ ഒരു ചോദ്യം മുമ്പ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.